എല്ലാവർക്കും നമസ്കാരം. സമാദരണീയരെ, പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇന്ന് 9ാമത് ദേശീയ സിദ്ധ ദിനാചരണമാണ്. ഈ ദിനത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയപൂർവ്വമായ ആശംസകൾ നേരുകയാണ്. ഭക്ഷണമാണ് മരുന്ന്, മരുന്നാണ് ഭക്ഷണം എന്ന ആപ്തവാക്യത്തോടെയുള്ള ഈ പ്രവർത്തനങ്ങളിൽ നാം കാണേണ്ടത് ശരീരത്തെയും മനസ്സിനെയും ശുദ്ധീകരിക്കുന്ന ഒരു ജീവിത പദ്ധതിയാണ് സിദ്ധ വൈദ്യം എന്നുള്ളത്. പ്രകൃതി മനുഷ്യനും ഇത്ര മനോഹരമായി സമന്വയിക്കപ്പെട്ട് സന്തുലിതമായ നിലയിൽ പോകുന്ന ഒരു വൈദ്യം. ഈ വൈദ്യശാസ്ത്രം പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ജനകീയമാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ നടത്തുന്നത്. ഈ ചരിത്രം തന്നെ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ നല്ല പ്രാധാന്യം നമ്മളിതിന് നൽകിയിട്ടുണ്ട് എന്നുള്ളത് കാണാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് സ്പെഷ്യാലിറ്റി മേഖലകളിൽ ത്വക്ക് രോഗ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട്, അതോടൊപ്പം ആസ്മയുമായിട്ട് ബന്ധപ്പെട്ട്, നമുക്ക് കുട്ടികളിലെ അലർജിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രത്യേക പദ്ധതികൾ നമുക്കുണ്ട്. പുതിയ തസ്തികൾ 8 മെഡിക്കൽ ഓഫീസേഴ്സ് തസ്തികകൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് സൃഷ്ടിക്കാനായിട്ട് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ വർമ്മ തെറാപ്പി അതിന് ജനകീയമാക്കുന്നതിന്, വർമ്മ ചികിത്സ ജനകീയമാക്കുന്നതിന് കഴിഞ്ഞു. വേദനാരഹിതമായ ചികിത്സ നൽകുന്ന വർമ്മ ചികിത്സയ്ക്ക് വലിയ ജനകീയത ആണ് ഉള്ളത്, ജനപ്രീതിയാണ് ഉള്ളത്. 7 പുതിയ വർമ്മ യൂണിറ്റുകളാണ് ഈ ഘട്ടത്തിൽ നമ്മൾക്ക് ആരംഭിക്കാൻ കഴിഞ്ഞത്. തിരുവനന്തപുരം ജില്ലയിലെ മാണിക്കൽ, അവനവഞ്ചേരി, ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി, പത്തനംതിട്ട ജില്ലയിലെ നാരങ്ങാനം, കടമ്പനാട്, തൃശ്ശൂർ ജില്ലയിലെ വലപ്പാട്, പാലക്കാട് ജില്ലയിലെ ഓങ്ങല്ലൂർ എന്നിവിടങ്ങളിലാണ്. നാരങ്ങാനത്താണ് ഞാൻ സ്റ്റേറ്റ് ലെവൽ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തത്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ നല്ല പിന്തുണ നൽകുന്ന ഒരു അനുഭവമാണ് നേരിട്ട് എനിക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ നമ്മുടെ മകളർ ജ്യോതി ഉൾപ്പെടെ സ്ത്രീകളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണ് മകളർ പദ്ധതി. അതുപോലെ സ്പെഷ്യാലിറ്റി ക്ലിനിക് ഈ ഒരു ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ കേരള കർമ്മ പദ്ധതി 2ൻ്റെ ഭാഗമായി ആർദ്ര മിഷനിലൂടെ നമ്മൾ ഏറ്റെടുത്ത ജീവിതശൈലി രോഗങ്ങളുടെ പ്രതിരോധം ഏറ്റെടുത്തിട്ടുള്ള ഒന്നാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള തുടർ പ്രവർത്തനങ്ങൾ നമ്മൾ നടന്നു വരുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഒരു വെൽനസ് മിഷൻ നമ്മൾ ലോഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ക്ലിനിക്ക് കോഴിക്കോട് ജില്ലയിലെ കാക്കൂരിൽ പ്രത്യേകം നമുക്ക് ആരംഭിക്കാനായിട്ട് കഴിഞ്ഞു. പാലിയേറ്റീവ് ഓങ്കോളജി ക്ലിനിക്കൊക്കെ ഉൾപ്പെടെയുള്ളവ ഈ ഘട്ടത്തിൽ ചെയ്തു എന്നുള്ളതും സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം ഈ സ്ഥാപനങ്ങളുടെ ഗുണനിലവാരം, സ്ഥാപനങ്ങൾ അനുവദിക്കുക എന്നുള്ളതൊപ്പം തന്നെ സ്ഥാപനങ്ങളുടെ ഗുണനിലവാരം ഉയർത്തുന്നതിന് വേണ്ടി സർക്കാർ തലത്തിൽ നടപ്പിലാക്കി വരുന്ന NABH അംഗീകാരം ആദ്യഘട്ടത്തിൽ നമുക്ക് സിദ്ധ ഡിസ്പെൻസറി മണ്ണഞ്ചേരി, ആലപ്പുഴ, 2ാം ഘട്ടത്തിൽ ഗവൺമെൻറ് സിദ്ധ ഡിസ്പെൻസറി അവനവഞ്ചേരി എന്നിവ കരസ്ഥമാക്കി എന്നുള്ളത് വളരെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അഭിനന്ദനം പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടി അറിയിക്കട്ടെ. അതുപോലെ പ്രഥമ കായകൽപ്പ അവാർഡ് 2 ജില്ലകളിൽ 1ാം സ്ഥാനം നേടിയ 2 സിദ്ധ സ്ഥാപനങ്ങളുണ്ട്. വീണ്ടും ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി, പിന്നെ തിരുവനന്തപുരം ജില്ലയിലെ അവനവഞ്ചേരി എന്നുള്ളത് ആണ് ഇത്. ഈ സിദ്ധ ദിനാചരണത്തിൽ ഇതൊരു കേവലം ചടങ്ങല്ല, തീർച്ചയായിട്ടും ഇതൊരു ഉത്തരവാദിത്വം, ഒരു കൈമാറൽ കൂടിയാണ്. ഇത് ശാസ്ത്രത്തിൻ്റെ അതോടൊപ്പം ഗവേഷണം ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കണം. ഇന്ന് ഇവിടെ നമുക്ക് വിവിധ പരിപാടികൾ കൂടി നടക്കുന്നുണ്ട്. നമുക്ക് മെഡിക്കൽ ക്യാമ്പുണ്ട്, ഭക്ഷണമേളയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട്, സിദ്ധ വൈദ്യവുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. തീർച്ചയായിട്ടും ഓരോരുത്തരിലേക്കും സിദ്ധ വൈദ്യം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്ത് പകരട്ടെ ഈ ദിനമെന്ന് ആശംസിച്ചുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.